അമേഠിയിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് BJP സ്പോൺസേർഡ് ചോദ്യം എന്ന് പറയുന്നുണ്ടെങ്കിലും മത്സര സാധ്യത പൂർണ്ണമായും തള്ളുന്നില്ല രാഹുൽ ഗാന്ധി. നല്ലത് തന്നെ. പക്ഷെ നോക്കൂ, ആ നിലപാടിൽ ഒരു വൈരുദ്ധ്യമോ വ്യക്തത കുറവോ ഒക്കെ ഇല്ലേ? തെരഞ്ഞെടുപ്പ് സമിതി തീരുമാനിക്കട്ടെ എന്ന് പറയുന്നുണ്ട് രാഹുൽ ഗാന്ധി. പക്ഷേ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതി എന്ന് പറയുന്നത് ആത്യന്തികമായി രാഹുലും സോണിയും ഒക്കെയാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ രാഹുൽ ഗാന്ധി തീരുമാനിക്കട്ടെ എന്ന് പാർട്ടി തീരുമാനിക്കട്ടെ എന്ന് രാഹുൽ ഗാന്ധിയും പറയുന്നു. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിയും വരെ അമേഠിയിൽ ഒരു തീരുമാനമെടുക്കാതിരിക്കുക എന്നുള്ളതാണോ ആത്യന്തികമായ ലക്ഷ്യം? നമുക്കറിയാം, ഇന്ത്യയില് പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 7 ഘട്ടങ്ങളായിട്ടാണ്. അതിൽ ഒന്നാമത്തെ ഘട്ടം തെരഞ്ഞെടുപ്പ് പോലും കഴിഞ്ഞിട്ടില്ല. 19-ാം തീയതിയാണ് ആദ്യത്തെ റൗണ്ട് തെരഞ്ഞെടുപ്പ്. അമേഠി ഉൾപ്പെടെ ഉള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് മെയ് മാസത്തിലേക്ക് വരുന്നതേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും ഇപ്പോൾ കോൺഗ്രസ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആദ്യ റൗണ്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കുവാൻ പോകുന്ന നിയോജകമണ്ഡലങ്ങളിലാണ്, കോൺസ്റ്റിറ്റ്യുവൻസികളിലാണ്. അങ്ങനെയാണ് വയനാട്ടിൽ ശ്രീ രാഹുൽ ഗാന്ധി, വയനാട്ടിലെ സിറ്റിംഗ് എം പിയാണ്. കോൺഗ്രസ് അവരുടെ സിറ്റിംഗ് എംപിമാർക്ക് എല്ലാവർക്കും തന്നെ സീറ്റ് നൽകാൻ തീരുമാനിച്ചു. അങ്ങനെ ശ്രീ രാഹുൽ ഗാന്ധി വയനാട്ടിലെ സിറ്റിംഗ് എം പിയാണ്. അദ്ദേഹം വയനാട്ടിൽ മത്സരിക്കുന്നു. മറ്റു ചോദ്യങ്ങൾക്കൊന്നും ഇപ്പോൾ പ്രസക്തിയില്ല. കാരണം കോൺഗ്രസിന് ഇനിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ട്. കാരണം ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നത് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളൊക്കെ പൂർണ്ണമായും അവരുടെ സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോഴും പ്രഖ്യാപിച്ചിട്ടില്ല. BJP അവരുടെ സീറ്റുകളിൽ ഇനിയും പ്രഖ്യാപിക്കാനുണ്ട്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികകൾ ഇനിയും വരാനുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും, കാരണം ഇപ്പോൾ ആ ഒരു ചോദ്യത്തിന് ശ്രീ രാഹുൽ ഗാന്ധി ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞ മറുപടി തന്നെയാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാട്. കാരണം ആ ഒരു വിഷയത്തിലേക്ക്, കാരണം തീർച്ചയായിട്ടും റായ്ബറേലിയിലും അമേഠിയിലും ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസികളിലും കോൺഗ്രസിന് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി കോൺഗ്രസ് മത്സരിക്കുന്ന മുഴുവൻ സീറ്റുകളിലും കോൺഗ്രസിന് സ്ഥാനാർത്ഥി ഉണ്ടാവും. അതിനകത്ത് ആരും ആശങ്കപ്പെടേണ്ടതില്ല. പിന്നെ അതിനകത്ത് രാഹുൽ ഗാന്ധി മത്സരിക്കുമല്ലോ പ്രഖ്യാപിച്ച് തീരൂ എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ താങ്കൾ ഇപ്പോൾ പറഞ്ഞതുപോലെ പല ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പ്, പക്ഷേ അമേഠി പോലൊരു മണ്ഡലത്തിൽ അതിപ്പോൾ മെയ് മാസം പകുതിയോടുകൂടി അവിടെ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതാണ്. ഈ ചുരുങ്ങിയ സമയം മതിയോ? കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ അങ്ങനെ തന്നെയാണോ? ഇപ്പോൾ ചർച്ചകളിൽ പ്രതിരോധം തീർക്കുക എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കത് പറയാം. പക്ഷേ കഴിഞ്ഞ തവണ കൈവിട്ടുപോയ മണ്ഡലമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമാകും എന്നുള്ളതിൽ തർക്കമില്ല. സ്മൃതി ഇറാനി ഈ കേരളത്തിൽ വന്ന് വയനാട്ടിൽ വന്നാണ് രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിച്ചത്. അവിടെ തന്നെ രാഹുൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ അടിത്തറ അവിടെ അത്രമാത്രം ശക്തമാണ് എന്നുറച്ച ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടോ? ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് ക്ഷീണമുണ്ട്. അത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ യാഥാർത്ഥ്യം മൂടി വെച്ചുകൊണ്ടല്ല. കാരണം 80-കളിലെ ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിൽക്കുന്നത്. എങ്കിലും ഇപ്പോഴും കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ പോലും 50-60 ലക്ഷം വോട്ടുകളൊക്കെ പിടിക്കുവാനുള്ള ഒരു സംവിധാനം കോൺഗ്രസിനുണ്ട്. പക്ഷെ ഞങ്ങൾക്കൊരു വിന്നബിലിറ്റിയിലേക്ക്, പക്ഷെ സാഹചര്യങ്ങൾ അനുകൂലമായി വന്നു കഴിഞ്ഞാൽ, പിന്നെ ഇവിടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് 2009 എന്ന് വെച്ചാൽ അത്ര വിദൂര ഇതൊന്നുമല്ല. 2015 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് 21 സീറ്റ് നേടി. അന്ന് കോൺഗ്രസിന് എഴുതി തള്ളിയതാണ് ഉത്തർപ്രദേശിലെ പരമ്പരാഗത BJPയുടെയും സമാജ്വാദി പാർട്ടിയുടെയും ഒക്കെ കോട്ടകളിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് വിജയിച്ചുകൊണ്ട് 21-22 സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി കോൺഗ്രസ് മാറിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നും ഞങ്ങൾക്ക് അഭിമാനത്തോട് തന്നെ പറയാൻ പറ്റും, അമേഠി, റായ്ബറേലി ഉൾപ്പെടെയുള്ള ബെൽറ്റ് എന്ന് പറയുന്നത്, ഈവൻ ഈ മോദി മത്സരിക്കുന്ന വാരണാസി കോൺസ്റ്റിറ്റ്യുവൻസി പോലും കോൺഗ്രസ് അവിടെ മത്സരിച്ചാൽ പോലും ഒരു 2 ലക്ഷം വോട്ടിന് മുകളിൽ കോൺഗ്രസ് ഇന്നും സ്വന്തമായി ചെയ്യുന്നത്. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി സംബന്ധിച്ചിടത്തോളം നമ്മൾ അമേഠിയെ കുറിച്ചും വയനാടിനെ കുറിച്ചും പറയുന്നു. വയനാടിനൊപ്പം തന്നെ അമേഠിയിലെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഒടുവിലായി നമ്മൾ ഉയർന്നു കേട്ട മുസ്ലിം ലീഗിന്റെ കൊടി ഒഴിവാക്കൽ വിവാദമടക്കം ഈ നിലയിലായിരിക്കുമോ കേരളം ചർച്ച ചെയ്തത്? അങ്ങനെയാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ അത്തരം വിവാദങ്ങൾ ഒഴിവാക്കി നിർത്തുക എന്നൊരു ലക്ഷ്യം കൂടി സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിലില്ലേ? കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ ഏറെക്കുറെ കാര്യങ്ങൾ സേഫ് ആണ്. ഒരു ഉത്തരേന്ത്യൻ നറേറ്റീവിലേക്ക് പൂർണ്ണമായും നിങ്ങൾക്ക് പോകാം. അതല്ലേ ശരിക്കും കാരണം? ഇപ്പോൾ കോൺഗ്രസിന്റെ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്, അത് ഞങ്ങൾ തുറന്നു തന്നെ പറയുക, അത് ഞങ്ങൾ വാർ റൂമിലുള്ള ചർച്ചകളിലൊക്കെ മനസ്സിലാക്കുന്നത്, കോൺഗ്രസിന്റെ പൂർണ്ണമായ ശ്രദ്ധ എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഇതിനകത്ത് ചില നിഷ്കളങ്കമായി നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഒന്നും കണ്ടുപോകരുത്. കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 7 റൗണ്ടുകളായി തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആദ്യം നടക്കുന്ന തെരഞ്ഞെടുപ്പുകളൊക്കെ എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിക്ക്, കോൺഗ്രസിന് സ്വാധീനമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ്. അടുത്ത ദിവസം തമിഴ്നാട്ടിൽ ഒറ്റഘട്ടമായി ആദ്യമേ തെരഞ്ഞെടുപ്പ് നടക്കുക മുഴുവൻ സീറ്റുകളിലേക്കും. അത് കഴിഞ്ഞ് കേരളം വരുന്നു. 3-ാം ഘട്ടം 4-ാം ഘട്ടം ഒക്കെ കഴിഞ്ഞ് അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ ഇവിടെ മോദി ഇപ്പോൾ വളരെ സൈലന്റ് ആയി നിൽക്കുക, ഇന്ത്യയുടെ പ്രധാനമന്ത്രി. 3-4 ഘട്ടങ്ങൾ കഴിയുമ്പോൾ ഉത്തരേന്ത്യയിലേക്ക് തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ ചിത്രവും കേന്ദ്രീകരിക്കുമ്പോൾ ഇവർ വലിയ ഫയർ ബ്രാൻഡ് ക്യാമ്പയിനുമായിട്ട്
മോദിയും സംഘപരിവാറും BJP ഒക്കെ കുത്തിവെട്ടിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പൂർണ്ണമായ ശ്രദ്ധ, കോൺഗ്രസിന്റെ പൂർണ്ണമായ ശ്രദ്ധ എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ, കാരണം അല്ല, ഇവിടെ ഇപ്പോൾ നിന്നും താങ്കൾ കൂടുതൽ പറഞ്ഞ സീറ്റുകൾ ഈ നേടിയാൽ ഉത്തരേന്ത്യൻ മാത്രമേ സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും നീങ്ങുന്ന സമയത്തെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന രാഷ്ട്രീയമുണ്ടല്ലോ, പൊളിറ്റിക്സ് ഉണ്ടല്ലോ. അപ്പോൾ അതിന് ഈ ഘട്ടത്തിൽ ദക്ഷിണേന്ത്യക്കൊപ്പം അമേഠിയിലെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചാൽ ഒരുപക്ഷെ കോൺഗ്രസിനെ പിടിച്ചു നിൽക്കാനാകില്ല. ഈ ഒരു വൈരുദ്ധ്യമുണ്ടല്ലോ കോൺഗ്രസ് നിലപാട്. അത് ഏറ്റവും കൂടുതൽ തിരിച്ചടിക്കുക അത് കേരളത്തിലാകും. അപ്പോൾ കേരളം കഴിഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സേഫ് ആണ്. BJP ഉയർത്തുന്ന ഹിന്ദുത്വ പൊളിറ്റിക്സ് അതുപോലെ ഉയർത്താം നിങ്ങൾക്ക് ഉത്തരേന്ത്യയിൽ. അതാണോ ഈ വൈകലിന് കാരണം എന്നുള്ളതാണ് ലളിതമായ ചോദ്യം. അക്ഷിത, രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ ഒരു അഖിലേന്ത്യാ നേതാവാണ്. അത് നിഷേധിച്ചിട്ട് കാര്യമില്ല. കോൺഗ്രസിന്റെ ഒരു ദേശീയ നേതാവാണ്. അദ്ദേഹത്തിന് ഇന്ത്യയിൽ 543 നിയോജകമണ്ഡലങ്ങളിലും കോൺസ്റ്റിറ്റ്യുവൻസികളിലും മത്സരിക്കുവാൻ ഏറ്റവും എലിജിബിൾ ആയിട്ടുള്ള ഞങ്ങളുടെ നേതാവാണ് ശ്രീ രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി ഇനി മറ്റേതെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മത്സരിച്ചു എന്നതുകൊണ്ട് അത് കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രം മാറ്റുമെന്നോ വയനാട്ടിലെ ജനങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരെ ചിന്തിക്കുമെന്നോ എന്നും അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് വളരെ ബാലിശമാണ്. രാഹുൽ ഗാന്ധി എന്തിനു വേണ്ടിയാണ് പോരാടുന്നത്? രാഹുൽ ഗാന്ധി വയനാട്ടിലെ ഒരു MP ആകാൻ വേണ്ടി മാത്രമല്ല മത്സരിക്കുന്നത് എന്ന് വയനാട്ടിലുള്ള കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങൾക്ക് അറിയാം.